സിംഹക്കുട്ടി പ്രേക്ഷകർക്ക് മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. പ്രിയ പ്രേക്ഷകരെ, നമ്മൾ ഇപ്പോൾ ഇറാൻ, ഇസ്രായേൽ, USA, GCC രാജ്യങ്ങളുടെ യുദ്ധം നടക്കുകയാണ്. അത് ദുരന്തർ സിനിമ പറഞ്ഞ കഥയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന്. രണ്ട്, ദുരന്തർ സിനിമ പാർട്ട് 2 ഞാനും കുടുംബമായിട്ടൊന്ന് തിയേറ്ററിൽ കാണാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാനിന്ന് അപ്ഡേറ്റ് ചെയ്യും. കാരണം ഇത് പാർട്ട് 1ൻ്റെ വീഡിയോ ആണ്. പാർട്ട് 1 എന്ന് പറയുന്ന ദുരന്തർ സിനിമ വളരെ വലിയ ഹിറ്റായിരുന്നു. അത് വളരെ വലിയ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഹിറ്റായി മാറിയ പടം. ആ സിനിമയും നമ്മുടെ ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യങ്ങളും നമ്മളെ എങ്ങനെ സ്വാധീനിക്കും, നമ്മളെവിടെ ഓരോ മനുഷ്യരെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന് 10-20 വർഷങ്ങൾ കൊണ്ട് ഞാൻ കണ്ടിന്യൂസ് പറയുകയാണ്. ഞാൻ ഓരോരുത്തർ ചർച്ച ചെയ്യാറൊക്കെ ഉണ്ട്. അപ്പോഴൊന്നും ആരും അംഗീകരിക്കില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെ ആരും അംഗീകരിക്കില്ല. പക്ഷേ എൻ്റെ ചില സുഹൃത്തുക്കൾ, പഴയ സുഹൃത്തുക്കൾ ഇപ്പോൾ കാണുമ്പോൾ പറയുന്നുണ്ട്. കാരണം അവരൊക്കെ വിദേശ രാജ്യങ്ങളാണ്. കുറേ അധികം പേരും, വളരെ റെയർ ബൈ ആൾക്കാർ ഇവിടെ ഗവൺമെൻറ് ജോബോ എന്തെങ്കിലുമായിട്ടൊക്കെ നാട്ടിലുണ്ട്. അവരൊക്കെ ഇപ്പോൾ കണ്ടാൽ പറയുന്നുണ്ട്. ഇത് ഞാൻ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പ്രേക്ഷകരുടെ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നത്. ദുരന്തർ പാർട്ട് 1 സിനിമ കണ്ടു. ആ സിനിമയിൽ കൂടി എങ്ങനെയാണ് നമ്മുടെ ഇറാൻ, ഇസ്രായേൽ, USA, GCC രാജ്യങ്ങളുടെ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഏഷ്യയിലെ 8-10 രാജ്യങ്ങളുടെ മൊത്തം യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ദുരന്തർ സിനിമയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും എന്നാണ് എനിക്ക് പ്രേക്ഷകർ ചോദിക്കുന്നത്. ഞാനത് പ്രേക്ഷകർക്ക് വളരെ രസകരമായി പറഞ്ഞുതരാം. നിങ്ങൾ ദുരന്തർ സിനിമ കണ്ടു നോക്കിയാൽ മതി. പടത്തിൻ്റെ തുടക്കം മുതൽ എൻഡ് വരെ നമ്മുടെ പഴയ കാര്യങ്ങൾ ഒരു വിഷയവും പറയാറില്ല. അതായത് പഴയതായിട്ട് നമ്മുടെ സൈനികരോ, നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ വ്യക്തികളോ, നാട്ടിലെ ജനങ്ങളിലെ ലക്ഷക്കണക്കിന് പേര് ജീവത്യാഗം ചെയ്ത കഥയോ, അവർ പടുത്തുയർത്തിയ നമ്മുടെ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് ഒന്നും പറയാറില്ല. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു 15-20 വർഷത്തിന് ഇപ്പുറമുള്ള കുറേ കാര്യങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് സിനിമ തിയേറ്ററിൽ വന്നു. അത് നല്ല വിജയമായി. അതിനകത്ത് പല കാര്യങ്ങളും പ്രേക്ഷകർക്ക് എത്താവുന്ന വിധത്തിൽ ടെക്നിക്കലായിട്ട് നമ്മൾ അറിയിച്ചിട്ടുമുണ്ട്. അതിന് അഭിനന്ദനം തന്നെയാണ്. ആ ദുരന്തർ സിനിമ പാർട്ട് 1 എടുത്ത ഡയറക്ടർ ആദിത്യ ധാറിന് നല്ല അഭിനന്ദനം പറഞ്ഞേ പറ്റൂ. കാരണം ആ രീതിയിലാണ് പടം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദിത്യ ധാർ എന്താണോ പ്രേക്ഷകർക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചത് അത് കൃത്യമായിട്ടും അതിലെത്തിച്ചിട്ടുണ്ട്. ഈ 10-15-20 വർഷം കൊണ്ട് ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ മാത്രം നമ്മളെ മുൻപ്, അതായത് പുതിയ തലമുറയുടെ മുൻപിൽ എത്തിക്കുകയും പഴയ കാര്യങ്ങളെയൊക്കെ നമ്മളിൽ നിന്നും മായ്ച്ചു കളയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പഴയതിനെ കുറിച്ചൊന്നും മിണ്ടില്ല. അത് നല്ലതും പറയില്ല, മോശ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും പ്രേക്ഷകരുടെ മുമ്പേ. അത് മീഡിയ വഴി പറയും, പത്രത്താളുകൾ വഴി, മറ്റെല്ലാ മേഖല വഴിയും, പിന്നെ ചെറിയ യൂണിറ്റുകളിൽ കൂടി കുട്ടികളെ പഠിപ്പിക്കും, ടെക്നിക്കലായിട്ട് പുസ്തകങ്ങളിൽ കൂടി പഠിപ്പിക്കും. ഇങ്ങനെ മോശം കാര്യങ്ങൾ പഠിപ്പിക്കും. അതിലെ പോസിറ്റീവായി ഭാരതം എന്ന് പറയുന്ന രാജ്യം, അതായത് ഇന്ത്യ ഇന്ന് ഈ സ്വാതന്ത്ര്യം വാങ്ങി, സ്വാതന്ത്ര്യത്തിന് മുമ്പ് എന്തായിരുന്നു, സ്വാതന്ത്ര്യത്തിന് മുമ്പേ നമ്മുടെ നാട്ടിലെ കഥയെന്ന് ഞാനിനി പറഞ്ഞതിനെ ബോറടിപ്പിക്കില്ല, എന്തായിരുന്നു, പിന്നെ അതിനുശേഷം നമ്മൾ എങ്ങനെ മെല്ലെ പല പദ്ധതികളിൽ കൂടി, പല രീതിയിൽ കൂടി ഒരു രാജ്യത്തിൻ്റെയും അങ്ങോട്ട് പോയി ആക്രമിക്കാതെ ടെക്നിക്കലായിട്ട് എല്ലാവരെയും നമ്മളെ കൂടെ നിർത്തി എങ്ങനെ മുന്നോട്ട് പോയി ഈ സ്ഥിതിയിലെത്തി, ഇന്ന് ഈ നിലയിലോട്ട് ഭാരതം എത്തി എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ആ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് 10-20 വർഷം കൊണ്ട് നമ്മളെടുത്ത ഗ്രോത്തോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പുതിയ തലമുറയുടെ മുമ്പ് എത്തിക്കുന്നത്. ദുരന്തർ സിനിമയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ദുരന്തർ പാർട്ട് 1ലും കഥയിൽ കൂടി അതിനകത്ത് അത്യാവശ്യം നിലവിൽ പ്രസൻറ്റ് 20 വർഷത്തിനകത്ത് പല താല്പര്യങ്ങളെയും മുൻകൂട്ടി കാണിച്ച് അതിനെ മാത്രം പ്രൊജക്റ്റ് ചെയ്ത് പ്രേക്ഷകരെ മുൻപിൽ എത്തിച്ചിട്ട് പുതിയ തലമുറയെ പഴയ കാര്യങ്ങൾക്കൊന്നും പിടികിട്ടാത്ത രീതിയിലാക്കിയിട്ട് മുൻപിലോട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെല്ലാം ഈ അവതരണ രീതിയാണ്. ഈ അവതരണ രീതി ഇങ്ങനെ അവതരിപ്പിച്ച് ഭരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെയും
പിൽക്കാലത്ത് അപകടത്തിലോട്ട് തന്നെ പോവും. അതാണ് ഞാൻ മുൻപും പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ദുരന്തർ സിനിമ എങ്ങനെ കോട്ട് ചെയ്ത് വരുന്നത്. പക്ഷേ ഡയറക്ടർ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഡയറക്ടർ കൃത്യമായിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടി പ്രത്യേക രീതിയിൽ അതിനൊരു ബൂസ്റ്റ് കൊടുത്ത ചിലരുണ്ട്, അവരത് അറിയണില്ല. അതാണ് നമ്മൾ പറഞ്ഞില്ലേ, എന്താ ഇത്തിരി നമുക്ക് മണ്ടൻ ചിന്തകളുണ്ടെങ്കിൽ. മണ്ടൻ ചിന്തകൾ എന്താണ്? ഇപ്പൊ ഈശ്വര വിശ്വാസം ഒരു മണ്ടൻ ചിന്തയെന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ ആകണം. മതം ഞാൻ വേണ്ടാന്നൊന്നും പറയില്ല, ഒരിക്കലും ഞാൻ എതിർക്കുകയില്ല. പക്ഷെ നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്രം കാര്യമായിട്ട് അത് മാറണം. അങ്ങനെ മാറാതെ അത് സമൂഹത്തിൽ അവരവരുടെ വിഷയങ്ങൾ, അവരവരുടെ മതങ്ങൾ, അവരവരുടെ ജാതി, അവരവർ പറയണ മാത്രം ശരി എന്നുള്ള രീതിയിലോട്ട് പുതിയ തലമുറയെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ പുതിയ രീതിയിൽ പഠിപ്പിച്ച് വിട്ടിട്ട് ആ ജനറേഷനെ വാർത്തെടുത്ത് നമ്മൾ പിന്നെ അവരാണ് നാട് ഭരിക്കുന്നത്, അവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ പോസ്റ്റിലും വന്നിരിക്കുന്നത്. ഇവരെന്ത് ചെയ്യും? അഡിക്റ്റ് ആവും അത്തരം കാര്യങ്ങൾ. അതായത് ഒന്നും ചിന്തിക്കാതെ അത്തരം കാര്യങ്ങൾ അഡിക്റ്റ് ആവും. അങ്ങനെ അഡിക്റ്റായ രാജ്യങ്ങളാണ് ഇപ്പോൾ യുദ്ധത്തിലോട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, ഈ രാജ്യങ്ങൾ യുദ്ധം വന്ന് പിടിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെയും ഏതെങ്കിലും മതം പ്രൊപ്പഗാൻഡായിട്ട് പഠിപ്പിക്കുകയും മതം അടിസ്ഥാന ബേസിക് ഇട്ട് മാത്രം മതത്തിൽ കൂടി ഒരു ടീം അധികാരത്തിൽ വരികയും പിന്നെ അവിടെ മതം ഇതായി മാറുകയും അത് പിൽക്കാലത്ത് അവിടെ വലിയ വലിയ ഇൻസൈഡിലും പ്രശ്നമായിരിക്കും, ഔട്ട്സൈഡിലും പ്രശ്നമായിട്ട് മാറും. പിന്നെ ഇതെന്താണ് പിന്നീട് സംഭവിക്കുന്നത്? നാട്ടിലെ സാധാരണക്കാരായ ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. ഈ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി പോയില്ല എങ്കിൽ സംഭവിക്കണ എന്താണ്? ഈ പഴയ കാര്യങ്ങളൊന്നും പഠിക്കാതിരിക്കുകയും പഴയതൊന്നും അറിയാതിരിക്കുകയും പിന്നെ പുതിയ കാര്യങ്ങൾ മാത്രം അടിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്ത് അങ്ങനെ ഉള്ളവർ നമ്മുടെ രാജ്യം ഭരിക്കാൻ ഇനി കാലാന്തരങ്ങളിൽ വന്നാലും സ്ഥിതി ഇങ്ങനെ ആയി മാറാൻ സാധ്യത ഭയങ്കരമാണ്. ദുരന്തർ സിനിമ ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഒരു പ്രേക്ഷകർക്കും കത്തിയിട്ട്, പല പ്രേക്ഷകർക്കല്ല 98% പ്രേക്ഷകർക്കും ഇങ്ങനെയൊന്നും കത്താറില്ല, ചിന്തിക്കാറ് പോലുമില്ല. അതാണ് നമ്മുടെ ചിന്തയെ ഉടച്ചു കളയും. നമ്മുടെ എല്ലായിടത്തും ചെയ്യുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ സ്കൂളുകളിലായാലും നമ്മുടെ പിന്നെ മതപഠനങ്ങളായാലും എല്ലായിടത്തും ടെക്നിക്കലായിട്ട് നമ്മളെ ചിന്തയെ ഉടപ്പിച്ച് കളയും, പൊട്ടിച്ചു വിട്ട് കളയും. അതായത് നമ്മളെ ബ്രേക്ക് ചെയ്ത് വയ്പ്പിക്കും. എന്നിട്ട് അതിനെ ഉണർത്തൂല, അതിനവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ പർട്ടിക്കുലറിനകത്ത് നിന്ന് നമ്മൾ വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും നിങ്ങൾക്കൊരു നോർമൽ മനുഷ്യനായിരിക്കാൻ പറ്റൂല. നോർമൽ മനുഷ്യനായിട്ടിരിക്കുന്നവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ, ഈ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് എത്താതിരിക്കുള്ളൂ. ഇന്ത്യ ഇത്രയും കാലം എന്തുകൊണ്ട് ആരെയും അടിക്കാൻ പോയില്ല? ഇന്ത്യ ചൈനയെ ആക്രമിക്കാൻ പോയിട്ടില്ല. ചിന്തിച്ചു നോക്കൂ. ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ അടിക്കാൻ പോയിട്ടില്ല. ഇന്ത്യ ഒരിക്കലും ബംഗ്ലാദേശിനെ അടിക്കാൻ പോയിട്ടില്ല. ഇന്ത്യ ഒരിക്കലും നമ്മുടെ ഭൂട്ടാനെയോ അടുത്ത് കിടക്കുന്ന രാജ്യമായ നേപ്പാളിനെയോ ഒന്നും അടിക്കാൻ പോയിട്ടില്ല. നമ്മൾ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നമ്മൾ പെട്ടുപോയേനെ. നമ്മൾ അടിക്കാൻ പോകില്ലായിരുന്നു. അവരൊരു പ്രാവശ്യം ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരുമ്പോൾ മാത്രം പ്രതിരോധം എന്നുള്ള നിലയ്ക്കാണ് അങ്ങോട്ട് പോയിട്ട് ചെയ്യുന്നത്. ആ ഒരു ഗ്രിപ്പ്, അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആരാണ്? മതഭ്രാന്തന്മാരാണോ? ജാതിഭ്രാന്തന്മാരാണോ? ജനങ്ങളുടെ മതഭ്രാന്തും ജാതിഭ്രാന്തും എല്ലാം അങ്ങനെയുണ്ട്. പക്ഷെ ഭരിക്കുന്നവർ മുൻഗണന ഒരിക്കലും അതിന് കൊടുക്കൂല. അങ്ങനെ ഭരിക്കപ്പെട്ട സ്ഥലങ്ങളാണ് ഈ നമ്മളെ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം കൂടുതലായിട്ട് നിൽക്കുന്നത്. പിന്നെ യുദ്ധത്തിലോട്ട് ചാടി ഇറങ്ങി വരുന്ന വമ്പ സ്രാവുകൾ നിങ്ങൾ നോക്കി നോക്കണം. അവിടെയും ഈ ഭരിക്കണവന്മാർക്കൊക്കെ നല്ല മതഭ്രാന്തുണ്ട്. ഞാൻ ആരെയും പേര് പറയണില്ല. ഇപ്പം പേര് ഒരാളുടെ പറഞ്ഞ് ഒരാളുടെ പറയാതിരിക്കുമ്പോഴത്തേക്ക് പേടിച്ചെന്ന് പറയും. ഇല്ല, ഞാൻ ആരെയും പേര് പറയണില്ല. നിങ്ങൾ നോക്കി നോക്കൂ, യുദ്ധത്തിലോട്ട് ഇറങ്ങി പുറപ്പെട്ടവരും യുദ്ധം ചെയ്യാൻ കരുതി ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്തവരുടെ എല്ലാവരുടെയും ഭരണാധികാരികൾക്ക് നല്ല മതഭ്രാന്താണുള്ളത്. ചെറിയ ഭ്രാന്തൊന്നുമില്ല, മുഴുഭ്രാന്തെന്ന് തന്നെ പറയും. അത്തരം ഉള്ളവരാണ് സമാധാനം പറയുകയും എതിർ രാജ്യങ്ങൾ ആക്രമിക്കാൻ പോവുകയും മറ്റു രാജ്യത്തെ പട്ടിണിക്കിടുകയും അവിടെ നിന്ന് ചൂഷണം ചെയ്ത് നമ്മുടെ സ്വന്തം കാര്യം നേടുകയും ചെയ്യും. പക്ഷെ അവിടെയും ദോഷം സംഭവിക്കേണ്ട കാലം മാറി. ഇനി അടിക്കാൻ പോയാലും അപകടം വരും. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ജനറേഷനെ കൃത്യമായ രീതിയിൽ പഠിപ്പിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ അടുത്ത് 10, 15, 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ ഇതിലോട്ട് പോകും. എല്ലാ സൈഡിലും അനുഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് സംഭവിക്കുമ്പോൾ എന്താവുമെന്ന് 10-25 വർഷം കൊണ്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ അടി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? പരസ്പരം ട്രാൻസാക്ഷൻ ഉണ്ടോ? അങ്ങോട്ട് എന്തെങ്കിലും ട്രാൻസ്പോർട്ടിങ് നടക്കണ? ആയുധങ്ങൾ വേഗത്തിൽ ട്രാൻസ്പോർട്ടിങ് നടക്കും. ജനങ്ങൾ എവിടെയെങ്കിലും സമാധാനത്തിൽ ജീവിക്കുമോ? 1 കോടി ഇന്ത്യക്കാർ ഈ GCC രാജ്യത്ത് കിടപ്പുണ്ട്. 1 കോടി 10 ലക്ഷമൊക്കെ എന്നാണ് എൻ്റെ കണക്ക്, എൻ്റെ അറിവ്. 1 കോടിക്ക് മുകളിലുണ്ട്.
അതിൽ 35-40% മലയാളികളാണെന്ന് ഓർമ്മിച്ച് നോക്കൂ. നിങ്ങളുടെ 40 ലക്ഷം മലയാളികളുടെ വീട്ടിലിപ്പോൾ എന്താണ് അവസ്ഥ? 40 ലക്ഷം മലയാളികൾ എല്ലാവരും സേഫ് ആണെന്ന് തന്നെ വെച്ചോളൂ. പക്ഷെ അടി നടക്കുമ്പോഴത്തേക്ക് എപ്പോഴും വേണോ ഒരെണ്ണം നമ്മുടെ തലയ്ക്ക് വന്ന് വീഴാം, അല്ലെങ്കിൽ റോഡിൽ പോകുമ്പോഴത്തേക്ക് പൊട്ടി വീണത് എവിടെ വേണോ വീഴാം, ഗ്യാരണ്ടി ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സമാധാനം പോകും. രണ്ടാമത് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ തകർന്നാൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥയും മോശമാവും. അമേരിക്ക തകർന്നാലും നമ്മുടെ സാമ്പത്തിക അവസ്ഥ മോശമാവും. ഇത് എങ്ങനെയാണ് തകർച്ചയിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ദുരന്തർ സിനിമ ഒരു വിഷയം എടുത്തു കാണിക്കുന്നതാണ് പാർട്ട് 1. അതിൽ എന്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് മാത്രമാണ് ദുരന്തർ സിനിമ ഭാരതത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത് മാത്രമേ പറയാവൂ എന്നുള്ള രീതിയിൽ ആ ചിത്രം സ്ക്രിപ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് അത് നന്നായിട്ട് ബോധവൽക്കരിച്ചിട്ട് ജനങ്ങളെ ക്ലിയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലുള്ളത് യഥാർത്ഥത്തിൽ. പക്ഷെ ജനങ്ങളെന്ന് പറയുന്നത് ആ പടം ഹിറ്റാക്കിയപ്പോഴത്തേക്ക് ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് പലർക്കും ഇപ്പോൾ നല്ല ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ദുരന്തർ പാർട്ട് 1 എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പാർട്ട് 1 ചെയ്തത് വൻ അബദ്ധമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് മാത്രം ഡെവലപ്പ് ചെയ്ത് കാണിക്കുകയും അത് മാത്രമാണ് ജനങ്ങളുടെ ഇടയിൽ ശരിയെന്ന് ജനങ്ങളുടെ തലയിലോട്ട് കയറ്റിക്കൊടുക്കുകയും ചെയ്യുകയും പഴയത് ചെയ്തതെല്ലാം മോശമാണെന്ന് പറയുകയും രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ തന്നെ നശിച്ചു പോവുകയും ചെയ്യുന്ന രീതി നമ്മൾ തെളിവായി വെച്ചു കൊടുക്കുന്ന രീതിയിലാണ് ദുരന്തർ സിനിമയുടെ വിജയം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ട് ഇറങ്ങി 500 കോടി കഴിഞ്ഞ് 500 കോടി കളക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സിനിമയാണ് ഇത്. ഇത്തരം സിനിമകൾ റെഗുലറായിട്ട് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ കുറേ ചിന്തിക്കണ പിള്ളേരൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ തലമുറയിൽ, ബോധം വരുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളെ നയിക്കാൻ ആളില്ലാതെ ആയിപ്പോവും. നിങ്ങളെ നയിച്ചവരാരെങ്കിലും മതഭ്രാന്തന്മാരല്ല. നിങ്ങൾ ലോകത്ത് ജനത്തിനെ മുന്നിൽ നിന്ന് നയിച്ച എല്ലാവരും നിങ്ങൾ നോക്കി നോക്കൂ. യേശുക്രിസ്തു ഒരു മതത്തിൻ്റെ ആളല്ല. ശ്രീകൃഷ്ണൻ ഏതെങ്കിലും മതത്തിൻ്റെ ആളാണോ? ശ്രീബുദ്ധൻ ഏതെങ്കിലും മതത്തിൻ്റെ ആളാണോ? നിങ്ങൾ ഓരോ വഴിക്ക് ചിന്തിച്ചു നോക്കൂ. മുഹമ്മദ് നബി ഏതെങ്കിലും മതത്തിൻ്റെ ആളാണോ? അദ്ദേഹത്തിനും ഒരു മതമില്ലായിരുന്നു. അത് ഗൾഫിലെ അന്നത്തെ ചുറ്റുപാടനുസരിച്ചിട്ടാണ് അദ്ദേഹം നാട് ഭരിച്ചിരുന്നത്. 90 വയസ്സിലാണ്, ഏകദേശം 100 വയസ്സ് അടുപ്പിച്ചാണ് പുള്ളി മരിച്ചത്. പുള്ളി ആരും കൊല ചെയ്യപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തുവൊക്കെ വിപ്ലവമായിട്ടാണ് കാര്യങ്ങൾ സംസാരിച്ചത്. 10 പൈസയ്ക്ക് പോലും 1 രൂപ പോലും, 1 രൂപയെന്ന് വെച്ചാൽ ഒരു വെള്ളിക്കാശ് പോലും സമ്പാദിക്കാതെ ഉള്ള ഒരു 1-2 വസ്ത്രം, 2 വസ്ത്രം ഉണ്ടെങ്കിൽ 1 വസ്ത്രം മറ്റൊരാൾക്ക് കൊടുത്ത് എല്ലായിടത്തും പ്രണയത്തിൻ്റെ ഒരു തീജ്വാല, സമാധാനത്തിൻ്റെ തീജ്വാല പടർത്തിയ മനുഷ്യനാണ് യേശുക്രിസ്തു. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ട് ആരാധിക്കുന്ന 85% ക്രിസ്ത്യൻസ് ഉള്ള നാട്ടിലുള്ള മനുഷ്യരാണ് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരു മുകളിൽ വന്നപ്പോഴത്തേക്കും മറ്റു രാജ്യങ്ങൾ ആക്രമിക്കുന്നത്. എൻ്റെ വീട്ടിൽ സമ്പത്തുണ്ടാക്കേണ്ടത് തൊട്ടടുത്ത വീട്ടിനെ മൊത്തം പൊളിച്ചിട്ടല്ല. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ രാജ്യം നമ്മുടെ ഭാരതം വളരേണ്ടത് നമ്മുടെ ചുറ്റുവട്ടത്തിരിക്കുന്ന രാജ്യങ്ങളെ മൊത്തം ദരിദ്രരാക്കിക്കൊണ്ടല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കണത് എന്താണ്? നമ്മളും പതുക്കെ ദരിദ്രരാകും. അവർക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം, വാങ്ങാനുള്ള കപ്പാസിറ്റി വരില്ല. നമ്മൾ സാധനം ഉണ്ടാക്കി വെച്ചു, വാങ്ങണമെങ്കിൽ അയാളുടെ കയ്യിൽ കാശ് വേണ്ടേ? എൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഒരു 150 ചക്കയും 100 തേങ്ങയിരിക്കുന്നു. 150 ചക്കയും 100 തേങ്ങ, വളരെ സിമ്പിളായിട്ട് നാടൻ രീതിയിൽ ഞാൻ പറയണേ ഇരിക്കുന്നു. എൻ്റെ ഈ സാധനം ഇരിക്കുന്നു, തൊട്ടപ്പുറത്ത് നിറച്ച ആൾക്കാരുണ്ട്. പക്ഷേ ഞാനിത് അവർക്ക് കൊടുക്കണമെങ്കിൽ എനിക്കൊരു ചക്കയ്ക്ക് 10 രൂപ വെച്ചോ, ഒരു ചക്കയ്ക്ക് ഒരു തേങ്ങയ്ക്ക് 20 രൂപ വെച്ചോ തരേണ്ടി വരും. ആ പൈസ അവരിൽ ഇല്ലെങ്കിൽ എൻ്റെ സാധനം വിറ്റഴിയോ? ചിന്തിച്ചു നോക്കിയേ. ട്രാൻസ്പോർട്ടിങ് നടക്കുമോ? ഇല്ല. അവർ സമ്പന്നരായിരുന്നാൽ മാത്രമേ എനിക്ക് സമ്പന്നനായിരിക്കാൻ പറ്റുള്ളൂ. എങ്കിലേ നിങ്ങൾ വല്ലതും ഉണ്ടാക്കി വെച്ചാൽ ചിലവാവുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കണേ എന്താണ്? ചുറ്റുപാടുള്ള എല്ലാ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ പഴയ ജമ്മിത്ത നിലപാട് പോലെയായി പോവും. കുറച്ച് പേര് മാത്രം മുകളിലിരിക്കും, ബാക്കി എല്ലാവരും താഴെ തട്ടിലായി പോവും. അങ്ങനെ വന്ന ലോകത്തിൻ്റെ സമത്വം പോയില്ലേ? കൊച്ചു രാജ്യങ്ങളായിട്ട് കിടന്ന് തമ്മിലടിക്കും, ഗോത്രങ്ങൾ അടിച്ച പോലെ. ഇതുപോലെ വരും. ഈ അപകടമാണ് ഞാൻ പ്രേക്ഷകരെ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ എപ്പോൾ മതഭ്രാന്ത് പിടിച്ച് മതം മൂത്തുപോയി, എല്ലാവർക്കും മൂത്തുപോയി. ഭാരതവും മോശമല്ല, കേരളവും മോശമല്ല, ഒരിടവും മോശമല്ല. ഒരു രീതിയിൽ ഇൻസൈഡ് ഓഫ് ലെവൽ നോക്കുമ്പോൾ ഒരു മതം മോശമല്ല. അതായത് ഒരു 5-6 വർഷത്തിന്, ഒരു 6-7 വർഷത്തിന് മുമ്പ് കേരളത്തിൽ പോലും കുറച്ച് പേരെങ്കിലും പ്രണയിച്ച് മിക്സഡ് വിവാഹമൊക്കെ നടന്നിരുന്നു. ഇപ്പം ആ സാധനം കാണാനേ ഇല്ല. അപ്പം അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇവിടെ. ഇനി ഏറ്റവും ഡെവലപ്മെൻറ്റ് ചെയ്ത് നിൽക്കേണ്ട നമ്മളാണ്. നമ്മൾ പോലും ഇപ്പോഴും നോക്കിയേ, നായർക്കേ പെണ്ണ് കൊടുക്കൂ, ബ്രാഹ്മണനെ കൊടുക്കൂ, അറേഞ്ച് മാരേജിൽ.
നാടാർക്കേ കൊടുക്കൂ. അതായത് ജാതി വ്യവസ്ഥ നിൽക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. മേനോനെ കൊടുക്കൂ, പുലയർക്കേ കൊടുക്കൂ, പറയർക്കേ കൊടുക്കൂ. ഈ ആധുനിക ഘട്ടത്തിൽ ഇത്രയും ടെക്നോളജി വളർന്നിട്ട് ഞാൻ അതൊന്നും ചെയ്യേണ്ടതൊന്നും ആയിട്ടൊന്നും പറയണില്ല. പക്ഷേ നിങ്ങളുടേതായ കാര്യത്തിന് മാത്രം കേന്ദ്രീകരിച്ച് നമ്മൾ മാത്രം ഇരിക്കുകയും മറ്റുള്ളവരെല്ലാവരെയും പിന്നെ ഡെത്താക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതായത് അവനെ ദാരിദ്ര്യത്തിലോട്ട് തള്ളിവിട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണം നമ്മളെ ഇവിടെ ഉള്ളത് ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അത് കയറ്റി വിട്ടതിന് ശേഷം അവനുള്ളത് പെട്രോളാണ്, അല്ലെങ്കിൽ അവനുള്ളത് മറ്റ് മെറ്റീരിയൽസുകളായിരിക്കും, മൊബൈൽ ഉണ്ടാക്കുന്ന സാധനങ്ങളോ ബാറ്ററി ഉണ്ടാക്കുന്ന സാധനങ്ങളോ സയൻസിന് നമുക്ക് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളോ അങ്ങനെ പലതും ആയിരിക്കാം. അത് ഇങ്ങോട്ടും കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് അവനും കാശുണ്ടെങ്കിലല്ലേ നമ്മളിൽ നിന്ന് വാങ്ങിയാലല്ലേ അവനവിടെ വിറ്റ് കാശുണ്ടെങ്കിലല്ലേ അത് വാങ്ങാൻ പറ്റൂ. അവൻ ദരിദ്രനായ എന്തെങ്കിലും വർക്ക് കിടക്കൂ, ട്രാൻസ്പോർട്ടിങ് കംപ്ലീറ്റ് നിൽക്കും. അങ്ങനെ വരുമ്പോൾ ലോകം ദാരിദ്ര്യത്തിലോട്ട് പോകും. ദാരിദ്ര്യത്തിലോട്ട് പോയാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണ്? വിപ്ലവം സംഭവിക്കും. വിപ്ലവം എന്ന് പറയുന്നത് ഇവിടുത്തെ ഞാൻ പ്രേക്ഷകടുത്ത് പറയണത് ഈ ഇന്ന് കാണുന്ന കമ്മ്യൂണിസം പോലത്തെ വിപ്ലവങ്ങളൊന്നുമല്ല. വിപ്ലവം എന്ന് പറയുന്നത് ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, കമ്മ്യൂണിസമാണ്. അല്ല, എന്തും ഒരു വിഷയത്തിന് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനം പുറത്തിറങ്ങി ഭയങ്കര പ്രശ്നങ്ങൾ നടക്കും. നമ്മുടെ എല്ലാ വ്യവസ്ഥകളും കട്ട് ചെയ്യപ്പെടും. നിങ്ങൾ ഓരോ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പലയിടത്തും നോക്കിയാൽ തല്ലി വെടിവെച്ച് മരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോത്രങ്ങളായിട്ട്. ഇതേ സ്റ്റേജ് നമ്മുടെ നാട്ടിലോട്ട് വരും. ഇത് ഒഴിവാവണം. അതാണ് ദുരന്തർ സിനിമയുടെ ഒരു വിഷയം. ഞാൻ പറഞ്ഞതാണ്, ദുരന്തർ സിനിമ പറയുന്ന കഥ അങ്ങനെയാണ്. ദുരന്തർ സിനിമ പോലുള്ളത് ഇറങ്ങി വിജയിക്കണം. വിജയിച്ചിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവണം നമ്മളെ ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. ദുരന്തർ സിനിമ അതാണ് വിജയിച്ചത്. അല്ലാതെ ഞാൻ പറയണു, അല്ലാതെ ഒരു രീതിയിലും അല്ല. ഇതിന്റെ മാർക്കറ്റിങ്ങിലൊക്കെ ഇരിക്കണവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവർ കൊടുത്ത ഒരു പ്രത്യേക രീതിയും പ്രത്യേക പരിപാടിയും കൊണ്ടാണ് പടം വിജയിച്ചത്. പടം എക്സലന്റ് മേക്കിംഗ് ആണ്. പടത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പടം, നല്ല എക്സലന്റ് ഫിലിം. പക്ഷെ ആ പടം മേക്ക് ചെയ്ത് വിട്ടിട്ട് ചില കാര്യങ്ങൾ പോലും ഒരു ചെറിയ രീതിയിൽ പോലും ഇന്ത്യയുടെ പഴയ പോസിറ്റീവ് കാര്യങ്ങൾ പറയാതെ പോയത് കൊണ്ട് ആണ് ഞാൻ പ്രേക്ഷകരെടുത്ത് പറയണത്. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് അടുത്ത തലമുറ നമ്മുടെ നാട് ഭരിച്ചു കഴിഞ്ഞാൽ ഒന്നേ ഇറാഖ് ഉണ്ടാവും, അല്ലെങ്കിൽ ആഫ്രിക്ക ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറയില്ലേ അങ്ങ് 12,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കണമെന്ന് നമ്മളൊന്ന് പിടിച്ചടക്കി വെക്കും. പഴയ ബ്രിട്ടീഷ് പദ്ധതിയിലോട്ടൊക്കെ പോകണോ പ്രേക്ഷകരെ നിങ്ങൾക്ക്? സിനിമകൾ പല കാര്യങ്ങളും അപ്പോൾ നമ്മൾ എല്ലാ വിഷയങ്ങളും പഠിക്കേണ്ടതുണ്ട്, എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്, എല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാം മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വമ്പൻ അപകടമാണ്. വീണ്ടും ഇന്ത്യ ആക്രമിക്കപ്പെടും. നിങ്ങൾ ആലോചിച്ച് നോക്കേ, കുറച്ച് 2-3 സമ്പന്ന രാജ്യങ്ങളും ഒരു 10-20 ഒരു 8-10 ഇന്ത്യയുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ഇന്ത്യക്കകത്ത് അടിച്ചു കയറിയ സംഭവിക്കണ എന്താണ്? നമ്മളും എതിർത്ത് നിൽക്കേണ്ടി വരും. വിഷയം തമ്മിത്തല്ലും, ദാരിദ്ര്യത്തിന്റെ മുച്ചൂടിലെത്തും, പട്ടിണി കൊണ്ട് മരിക്കും. ഈ ഇതൊന്നും ഇല്ലായിരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, പശ്ചിമബംഗാളിലൊക്കെ 10 ലക്ഷം മുതൽ 20 ലക്ഷം ജനങ്ങളൊക്കെ പട്ടിണി കൊണ്ട് മരിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലഘട്ടത്തിൽ. നമ്മൾ അത്ര ദരിദ്രരായിരുന്നു. ഭരണം മോശം കൊണ്ടല്ല സംഭവിച്ചതെന്നാണ് ഞാൻ പ്രേക്ഷകരെടുത്ത് പറയുന്നത്. കാരണം ഒന്നും വിളയില്ല, പല കാര്യങ്ങളും സയൻസ് പരമായിട്ട് നമ്മൾ ഡെവലപ്പായില്ല. ഒരുപാട് പ്രകൃതി പ്രശ്നങ്ങൾ, ആകെയുള്ള കാർഷിക വരുമാനമാണ്. ഇതെല്ലാം അങ്ങ് ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും ഉണ്ടാകുന്നില്ല, കടുത്ത വരൾച്ച, പട്ടിണി കൊണ്ട് അങ്ങനെ മരിച്ച. അപ്പോൾ ഒരു യുദ്ധം വന്ന് നമ്മളെ തലക്ക് കയറിയ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ മുൻപിൽ കിടന്ന് തേങ്ങണ നിങ്ങൾ കാണും. ദുരന്തർ പോലുള്ള സിനിമ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദുരന്തർ പോലുള്ള ചില സിനിമകൾ വലുതായിട്ട് വിജയിക്കേണ്ടതുണ്ട്. വിജയിച്ചാൽ ആണ് കാരണം സിനിമ കാണുന്നതിൽ ഒരു 40-50% ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം എന്തുകൊണ്ട് ഇവർ പലതും ഒഴിവാക്കിയിട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കണം? അത് അപ്പോഴും ടെക്നിക്കലായിട്ട് ചിന്തിക്കും. ദുരന്തർ 2ാമത്തെ സിനിമ എന്ന് ഞാൻ കണ്ടിട്ട് അത് പറയാം. അതാണ് ഈ ദുരന്തർ സിനിമ പറഞ്ഞു പോകുന്നതെല്ലാം അത് തന്നെയാണ്. ഇതിനകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യസ്നേഹം നമ്മളടുത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. രാജ്യസ്നേഹം പഠിക്കാൻ നമുക്ക് രാജ്യത്തിനോട് സ്നേഹം ഉണ്ടാവും. നമുക്ക് ഇതുപോലുള്ള വലിയ കാര്യങ്ങളൊന്നും അറിയേണ്ടതുമില്ല. ഇത് വല്ലതും പറഞ്ഞിട്ടാണ് കൊച്ചിലെ നമ്മളെ പഴയ കാലത്തുള്ള ജവാന്മാരൊക്കെ യുദ്ധത്തിന് പോയത്. ഈ നമ്മളെ ലക്ഷക്കണക്കിന് പേര് നമ്മുടെ സേനാവിന്യാസത്തിൽ ജോലി ചെയ്യണത്, അവരൊക്കെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ബോർഡർ കാക്കണത്, എയർഫോഴ്സ് ചെയ്യണത്,
അങ്ങനെ നമുക്കൊരു നിശ്ചിത കാര്യങ്ങൾ കാണിച്ചു കൊണ്ടുള്ളതല്ല. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് 75 വർഷമായിട്ട് ഓരോ തലമുറയും മാറി മാറി വന്നിട്ട് കഷ്ടപ്പെട്ടെത്തി നിൽക്കുകയാണ്. 75 വർഷത്തെ നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. ഇപ്പോൾ എല്ലാ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും പല കാര്യത്തിൽ നിന്നും പഴയത് ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ദുരന്തർ ഇങ്ങനെ കറക്കിക്കൊണ്ട് നമ്മളെ കൊണ്ട് വയ്ക്കുന്നത്, ദുരന്തറിൻ്റെ അർത്ഥം പവർഫുൾ എന്നാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ സംസാരിച്ച വമ്പൻ ദുരന്തമായി മാറും അടുത്ത തലമുറ വരെ, അതിൻ്റെ അടുത്ത തലമുറ വരെ ജീവിതം. ഇത് ഒന്ന്. രണ്ടാമത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കിനി ഒരിടത്ത് ജീവിതത്തിൽ സേഫ്റ്റി ഇല്ല. നിങ്ങൾ എവിടെ ഇരുന്നാലും നിങ്ങളെ കൊല്ലാൻ കരുതി അവിടെ നിന്നും ആൾ വിടണ്ട. ലേസർ രശ്മികൾ ഉപയോഗിച്ച് കൊല്ലാം. അതിന് തന്നെ അത് അത്യാവശ്യം 50 കിലോമീറ്ററോളം വരെ എത്ര ലെവലിലെത്തിയിട്ടുണ്ട്. സാറ്റലൈറ്റ് വഴി ഹീറ്റിംഗ് കൊണ്ട് കൊല്ലാം. ടെക്നിക്കലായിട്ട് നിങ്ങളുടെ ബോഡിയിൽ നാനോ ചിപ്പുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എവിടെയാണ് ലൊക്കേഷൻ എന്ന് അറിയപ്പെടുത്തിട്ട് ആ ലെവലിൽ നിങ്ങളെ തട്ടാം. അതായത് നിങ്ങൾക്ക് അത്രയ്ക്കാണ് നമ്മുടെ സയൻസൊക്കെ വളർന്ന് ടോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പറഞ്ഞത്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മൾ പഴയ കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കുട്ടികളും അടുത്ത തലമുറയും വളർന്ന് നല്ല മൈൻഡോടെ വളർന്നില്ലെങ്കിൽ വരാൻ പോണത് വമ്പൻ ദുരന്തം തന്നെയായിരിക്കും. വമ്പൻ ദുരന്തമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതാണ് ഞാൻ പ്രേക്ഷകർ പറഞ്ഞത്, ശ്രദ്ധിക്കുക. ദുരന്തർ പാർട്ട് 1 സിനിമ കണ്ടു. അമേസിങ് സിനിമയാണത്. നല്ല എക്സലൻറ്റ് ഫിലിമാണ്. ആദിത്യ ധാറാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം 2019 സർജിക്കൽ സ്ട്രൈക്ക് സിനിമ ചെയ്തതായിട്ട് കാണുന്നു. ഞാൻ സർജിക്കൽ സ്ട്രൈക്ക് സിനിമ കണ്ടില്ല. പിന്നെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നവരെ സമ്മതിക്കണം. ജിയോ സ്റ്റുഡിയോയും 662 സ്റ്റുഡിയോയും ഒപ്പം ജ്യോതിദേവ് പാണ്ഡ്യൻ ചേർന്നാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. പിന്നെ ഒപ്പം ആദിത്യ ധാർ, ലോകേഷ്, ഇവരൊക്കെ കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഈ പടത്തിൻ്റെ നിർമ്മാണം. വലിയ എക്സ്പെൻസ് ഉണ്ടായിരുന്നു. 250 to 500 crore ഇതിൻ്റെ എക്സ്പെൻസ് ഓഫ് കോസ്റ്റ് 2 പടത്തിന് വന്നിരിക്കുന്നത്. പക്ഷെ അൺബിലീവബിളായിട്ട് പടം പൈസ വാരെയാണ്. ഇതിലെ ആക്ടേഴ്സ് എന്ന് പറയുന്നത് രൺബീർ സിംഗും അക്ഷയ് ഖന്ന, സഞ്ജയ് ദത്ത്, അർജുൻ മാധവൻ, സാറ അർജുൻ, രകേഷ് ബേദി, ഗൗരവ്, ഡാനിഷ്, ഇങ്ങനെ തുടർന്ന് പോകണതാണ്. പാകിസ്ഥാൻ ഇന്ത്യയുടെ കാര്യം പറഞ്ഞ് കറാച്ചിയിൽ ഉള്ള വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടും ഇന്ത്യയുടെ ടെക്നിക്കൽ ഫോഴ്സിൻ്റെ പവറുമാണ് ഈ പടം കാണിക്കുന്നത്. പക്ഷെ നമ്മുടെ എയർഫോഴ്സും നമ്മുടെ കരസേനയും നമ്മുടെ നാവികസേനയും, അതായത് വ്യോമസേന, കരസേന, നാവികസേന, ഇത് മൂന്നും ഈ നിലയിൽ ഇന്നത്തെ ഈ പൊസിഷനിൽ എത്തിച്ചത് ഈ 10-20 വർഷം കൊണ്ടുള്ള മിടുക്കൊന്നും കൊണ്ടല്ല. നമ്മുടെ ആദ്യത്തെ ഈ നമ്മുടെ സേന ഉണ്ടായത് ആര് വഴിയെന്ന് നിങ്ങൾ ഓർമ്മിച്ച് നോക്കണം. അദ്ദേഹത്തെ ജപ്പാനിലോട്ട് കടത്തിയിട്ട് പിന്നെ കിട്ടിയിട്ടില്ല. ഈ ഭാരതത്തിന് വേണ്ടി ആദ്യമായിട്ട് ബലിയാടായ ഡയറക്റ്റ് പുറത്തുള്ള ആൾക്കാരെ വെച്ച് കൊന്ന ആദ്യത്തെ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? അദ്ദേഹത്തിനെ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് തട്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒന്ന് മിണ്ടുന്നുണ്ടോ? സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടി ഇന്ന് നമ്മുടെ ആർമി ഈ നിലയിൽ എത്തിക്കാൻ കരുതി ആരംഭം കുറിച്ച സുഭാഷ് ചന്ദ്രബോസിന്റെ ഏതെങ്കിലും ഒരു ഹൈ ക്വാളിറ്റി ഒരു മ്യൂസിയമോ ഒരു പ്രതിമയോ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഹെവി കാര്യങ്ങൾ ആരെങ്കിലും ഇപ്പോൾ മിണ്ടുന്നുണ്ടോ? ഇപ്പോഴടിയടക്കയില്ല. എന്തേ സുഭാഷ് ചന്ദ്രബോസിനെ ഓർമ്മിക്കുന്നില്ല? അദ്ദേഹം കൊണ്ടുവന്ന നമ്മുടെ ഇപ്പോൾ തന്നെ ദുരന്തർ പാർട്ട് 1 എവിടെ പറയണു? നമ്മുടെ അടിസ്ഥാനപരമായിട്ട് ബേസിക് ഇട്ട് തന്ന അദ്ദേഹത്തിനൊരു നന്ദി പോലും ആരും രേഖപ്പെടുത്തില്ലല്ലോ ഏതെങ്കിലും സിനിമയിൽ. അതാണ് ഞാൻ പ്രേക്ഷകർക്ക് പറഞ്ഞത്, എല്ലാം മറന്നു കളയിക്കുകയാണ് പുതിയ തലമുറയെ. പക്ഷെ സൂക്ഷിക്കുക. അങ്ങനെ നിങ്ങൾ സൂക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾ അടുത്ത ജനറേഷന് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കഴിയും. ഇല്ലെങ്കിൽ ഇത് സംഭവിക്കണതിൻ്റെ ലാസ്റ്റ് ഞാൻ ദുരന്തറിൻ്റെ എൻഡിലോട്ട് പറയണം. അതാ നോക്കി അടി നടന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥ എന്തായി? ലക്ഷക്കണക്കിന് മലയാളികളുടെ തൊഴിൽ ഇനിയിപ്പോൾ നഷ്ടപ്പെടും. ഇനി മലയാളികളെ മാത്രമല്ല, ഇന്ത്യക്കാരെ. ഒപ്പം ഗ്യാസിൻ്റെ വില, നമ്മുടെ ഇന്ത്യയിൽ ഗ്യാസ് കുറച്ചേ ഉള്ളൂ. നമ്മളെ 150 കോടി ജനത്തിന് ഉപയോഗിക്കാവുന്നതിൻ്റെ 20% താഴെ ഉള്ളൂ നമുക്ക് പെട്രോളിയം ഉൽപ്പന്നം. ഇനി എവിടെയെങ്കിലും കണ്ടുപിടിച്ചാലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ചേ പറ്റൂ. പരസ്പരം ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് പറയണത്. ഗ്യാസിൻ്റെ വില 6000-7000 രൂപയെ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ പഴയ വിറക് അടുപ്പിലോട്ട് പോകണ്ടേ? നിങ്ങളുടെ കുട്ടികൾ ഊതാൻ പഠിക്കണ്ടേ? തീ കത്തിക്കാൻ പഠിപ്പിക്കണ്ടേ? ക്ഷമയോടെ ഒന്ന് അടുപ്പിൽ കഞ്ഞിയും ആഹാരം ഉണ്ടാക്കാൻ പഠിപ്പിക്കണ്ടേ? ആഹാരത്തിന് ആഹാരം തന്നെ ലോകത്ത് പോകണം. മിസൈൽ വിട്ടിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ജാതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഏതെങ്കിലും ഒരു ദൈവം പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് 1 മണി അരി തരൂ, ഒരു വാഴപ്പഴം തരൂ? നിങ്ങളുടെ ശരീരത്തിൻ്റെ എനർജി പോകണമെങ്കിൽ ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ട് ആ രീതിയിൽ തന്നെ പോകണം. അപ്പോൾ കൃഷി നിന്ന് പോവും.
അപ്പം നിങ്ങളുടെ കുട്ടികൾ പഴയതും പഠിക്കണ്ടേ? പഴയ കാര്യങ്ങൾ പഠിക്കണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം വീട്ടിൽ ഊതാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ഒരു രണ്ടാഴ്ചയോടെ യുദ്ധം പോയാൽ വീട്ടിൽ ഊതിയേ പറ്റൂ. കാരണം ഗ്യാസ് കിട്ടാൻ പിന്നെ 60 ദിവസം ഇരിക്കാവും. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതാണ് ഞാൻ പറയണത്. മതം ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ മാത്രം നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിച്ച് വിട്ടിട്ട് അവർ നാളെ ഭരിക്കാമെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അപകടമാണ് ഞാൻ ഈ പറയുന്നത്. ദുരന്തർ സിനിമ തെളിയിച്ചിരിക്കുന്നത് അതാണ്. ഇപ്പൊ നോക്കിയ GCC രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളെല്ലാം തമ്മിലടി. ഇപ്പൊ ഇനി മെല്ലെ വരാൻ പോണ എന്താണ്? കുറച്ചുകൂടെ നമ്മൾ അടി വ്യാപിച്ച് വേൾഡ് വാറിലോട്ടൊക്കെ നീങ്ങുകയാണെങ്കിൽ യൂറോപ്പിലുള്ളവരൊക്കെ മഞ്ഞുകൊണ്ട് ചത്തു. കാരണം അവിടുത്തെ എല്ലാവരും ഗ്യാസിലാണ് അവിടേക്ക് ചൂടാക്കി നിർത്തിയിരിക്കുന്നത്. ഇനി അവരെന്തോന്നിൽ പെട്ടു? സോളാറിൽ പോകാൻ പറ്റൂല. പകുതി കാലം മഞ്ഞല്ലേ, നല്ല സൺറൈസ് കിട്ടൂല. പിന്നെ അവർക്കും പഴയ വിറകിലോട്ട് പോകണം. പഴയ വിറകിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ പഴയതുപോലെ മരങ്ങൾ എപ്പോഴും നട്ടുപിടിച്ച് വളർത്തിക്കൊണ്ടിരിക്കണം. ഇന്ന് അങ്ങനെ ഇരിക്കണം. അവിടെ ഉണ്ട്, അവരത് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ അവർ വിറകിലോട്ട് പോകണം. നിങ്ങളുടെ കുട്ടികളെ തിരിച്ച് വീണ്ടും വിറകിലോട്ട് പോയി വീടുകളൊക്കെ പഴയ സെറ്റപ്പ് ആക്കണം. വീട്ടിനകത്ത് ചൂടാക്കി നിർത്തണ്ടേ? അപ്പോൾ അതിനകത്ത് ചിമ്മിനി വയ്ക്കണ്ടേ? ചിമ്മിനി വെച്ച് അകത്ത് കത്തിച്ചല്ലേ അന്ന് പഴയ കാലങ്ങളിൽ യൂറോപ്പിൽ ചൂടാക്കി നിർത്തി അവർ ജീവിച്ചിരുന്നത്. നമുക്ക് വെളിയിലിട്ട് ചോറും ആഹാരം ഉണ്ടാക്കണ്ടേ? അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്തിട്ട് തീ കത്തിക്കാൻ പറ്റുമോ? കത്തിച്ച് കഴിഞ്ഞാൽ വീട് നിങ്ങൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീടെല്ലാം കറുത്തു പോകില്ലേ? ഞാൻ പറയണതാണ്, മര്യാദയ്ക്ക് ജീവിച്ചു പോകണമെങ്കിൽ മാന്യമായ ബുദ്ധിയുള്ളവർ തലപ്പത്തിരിക്കണം. എല്ലാ രാജ്യങ്ങളും മതമൊക്കെ കൊള്ളാം, നിങ്ങളുടെ വീട്ടിൽ പേഴ്സണൽ ആവശ്യത്തിന് കൊള്ളാം, മതവും ജാതിയൊക്കെ അങ്ങ് വെച്ചോ. ബാക്കി കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കലായിട്ട് എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ചില വിഷയങ്ങൾ മാത്രം പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വമ്പൻ അപകടമാണ്. അത് ദുരന്തമായിരിക്കും. ദുരന്തം തന്നെ വന്നു ചേരുകയും ചെയ്യും. അത് ഞാൻ ഒരിക്കൽ കൂടെ പ്രേക്ഷകരെ മുമ്പ് ഓർമ്മിക്കുകയാണ്. അത് ഒപ്പം തന്നെ പറയാണ്, എല്ലാ പ്രേക്ഷകരും ദുരന്തർ പാർട്ട് 2 തിയേറ്ററിൽ പോയി കാണുക. ഞങ്ങളിത് കാണുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ അടുപ്പുകൾ കത്തണമെങ്കിൽ, നിങ്ങൾക്ക് ഇന്ന് ജീവിക്കുന്ന രീതിയിൽ വൃത്തിക്ക് ജീവിക്കണമെങ്കിൽ, ഇപ്പോൾ നല്ല ലക്ഷറി ആയിട്ടാണ് എന്ന് പറയണതുണ്ട്. കേരളത്തിലെ ഒരു 80% ജനങ്ങൾ, 85% ജനങ്ങൾ ജീവിക്കുന്നത്. നല്ല വീട്, അത്യാവശ്യം വൈദ്യുതി, എല്ലാവരും വീട്ടിൽ ഹൈടെക് മൊബൈലുകൾ, മറ്റു കാര്യങ്ങൾ, 2 വണ്ടിയില്ലാത്ത വീടില്ല. ഈ ലെവലിൽ നിങ്ങൾക്കൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ ചിന്തിച്ച് ജീവിക്കൂ. ഭാരതത്തിലെ എല്ലാ ജനങ്ങളും 95% ജനങ്ങൾ ലക്ഷറി ലൈഫ് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പം നമ്മുടെ വരുമാനം കൂടണം. നമ്മൾ തല്ലല്ല കൂടേണ്ടത്. തല്ലൊക്കെ നമുക്ക് അത്യാവശ്യത്തിന് മാത്രം, എടുക്കാനേ പാടില്ല. അപ്പം നമ്മൾ മറ്റു രാജ്യങ്ങളായിട്ട് നല്ല കോണ്ടാക്ട് ഉണ്ടാക്കി വയ്ക്കണം. കോണ്ടാക്ട് ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ടും നന്നായിട്ട് അയക്കേണ്ടത് അയച്ചു കൊടുക്കണം, നമുക്ക് എടുക്കേണ്ടത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മുടെ ഭാരതത്തിനെ സംബന്ധിച്ച് കേരളം ഒരു വിഭവസമൃദ്ധമായ സാധനങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. നിങ്ങളൊന്ന് ഇപ്പോൾ കണ്ടോളൂ. ഇപ്പോൾ പിന്നെ ഇറാനിലും ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന അതേ ആക്രമണം കാലക്രമേണ കേരളത്തിൽ വരുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കേരളം പ്രകൃതി സമ്പന്നമാണ്. പ്രകൃതി സമ്പന്നമായ കേരളത്തിൽ പലതും കുഴിച്ചെടുക്കുക. ഇവിടെ ധാതു ലവണങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ ആരും വലിയ എയർപോർട്ട് ഡെവലപ്പ് ചെയ്യണതും, ഇവിടെ ആരും തന്നെ വലിയ ഷിപ്പൊക്കെ ഡെവലപ്പ് ചെയ്യണത് നിങ്ങൾ ആരും വിചാരിക്കേണ്ട, നിങ്ങൾ ആരും കണക്കാക്കേണ്ട നമ്മളെ നാടിനോടുള്ള ഭയങ്കര സ്നേഹം കൊണ്ടൊന്നും ആണെന്ന്. ഇവിടെ ധാരാളം ധാതു ലവണങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതെടുക്കാൻ തന്നെയാണ് നമ്മളെ ഷിപ്പ് അടക്കം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്കും എനിക്ക് ജോലി മാത്രം തരാനെന്നുള്ളൊരു ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ നമ്മളിവിടെ ധാതു ലവണങ്ങൾ എടുത്താൽ റെയർ എർത്തുള്ള സ്ഥലമല്ലേ? റെയർ എർത്ത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് അത് കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പം മറ്റു രാജ്യങ്ങൾ ആക്രമിച്ച് പിടിക്കുന്നത് എന്തിനാണ്? നമ്മളും ആക്രമിക്കപ്പെടും. അത് ചെയ്യാതിരിക്കണമെങ്കിൽ തലയ്ക്ക് ബോധമുള്ളവർ വേണം. അങ്ങനെയുള്ള എല്ലാവരും നമ്മൾ ടൈപ്പ് ചെയ്ത് ജീവിക്കണം. ഇങ്ങോട്ട് അടിച്ചാൽ അടിക്കുക, വേണ്ടാന്നൊന്നും പറയില്ല. ഇങ്ങോട്ട് തല്ലിയാൽ മാത്രമേ തല്ലാവൂ, അങ്ങോട്ട് പോയി തല്ലണ്ട. നമ്മൾ ഒരാളെ ആക്രമിക്കേണ്ട, നമുക്ക് അവൻ്റെ രാജ്യത്തിൻ്റെ സമ്പത്തും വേണ്ട. നമുക്ക് നല്ല തൊഴിലെല്ലായിടത്തും കിട്ടില്ലേ? നമ്മുടെ പിള്ളേർക്ക് എല്ലായിടത്തും ജീവിക്കില്ലേ? പിന്നെ നമ്മളായിട്ട് പിടിക്കാൻ പോണ്ട. ഞാൻ അതാണ് പറഞ്ഞത്. ഇന്ന് അവിടെ പോയിട്ട് അടി ഉണ്ടാക്കണ എന്തിനാണോ അതേ അടി നാളെ ഇങ്ങോട്ടും വരും. ഈ ഭാരതമൊക്കെ നേരത്തെ പിടിച്ചടക്കാത്തതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇത്ര വേറെ ലെവലിൽ കിടന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ തന്നെ നാട്ടുരാജ്യങ്ങളായിട്ട് കിടന്ന സ്ഥലമല്ലേ? ഇനി തിരിച്ച് നമ്മളെ തലയ്ക്ക് ബോംബ് വീഴാതിരിക്കാനൊക്കെ സൂക്ഷിച്ചൊക്കെ ജീവിച്ചാൽ കൊള്ളാമെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ദുരന്തർ പോലുള്ള സിനിമകൾ ഇനിയും ഉണ്ടാവണം, ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ ചിന്തിക്കും, ഇത് മാത്രമല്ലല്ലോ നമ്മളെ നാട്ടിൽ നടന്നത്. ചരിത്രം നന്നായിട്ട് അങ്ങ് പഠിക്കും. ചരിത്രം നന്നായിട്ട് പഠിച്ചിട്ട് ചിന്തിച്ച് ജീവിക്കും. ബാക്കി എന്തൊക്കെ മതഭ്രാന്തും ജാതിഭ്രാന്തും കാണിച്ചാലും നീ അവിടെ വച്ചോളാം നമ്മളെ നേതാക്കന്മാർ പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറയും. ലോകരാജ്യങ്ങൾ മുമ്പിൽ നമ്മളല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയാൽ നമുക്ക് ഇങ്ങോട്ട് ഒന്നും വേണ്ട, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തരുമല്ല എന്ന് എല്ലാ രാജ്യങ്ങളും കൂടെ തീരുമാനിച്ചാൽ പോരെ. നമ്മളെ പട്ടിണിക്ക് വിട്ടു വല്ല എത്ര നേരം വേണം?
അപ്പം നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ വാഹന വിപണി കംപ്ലീറ്റ് നിൽക്കും. വാഹന ട്രാൻസ്പോർട്ടിങ് നിന്ന് വിമാനങ്ങൾ കംപ്ലീറ്റ് നിൽക്കും. എന്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകും. പിന്നെ നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ തന്നെ ജീവിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവർക്കും ഇത് ലക്ഷറി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ? പിന്നെ കറണ്ടൊന്നും എല്ലാ വീടും നമ്മൾ സോളാർ ലെവലിലോട്ടൊന്നും മാറിയില്ല. ഇന്ത്യയിൽ എല്ലായിടത്തും കൂടെ സോളാർ വെച്ച് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. കുറേ ഇടത്തൊന്നും വെട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഈ ഫുൾ ടൈം 24 മണിക്കൂറും ഈ മതഭ്രാന്തം കൊണ്ട് നടക്കുന്ന ഒരു ശീലം നാട്ടിൽ കാണുന്നുണ്ടേ. അങ്ങനെ വന്നപ്പോഴാണ് ഈ വിഷയം. ലക്ഷറി ലൈഫ്, വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് നാട്ടിൽ നല്ല വീടൊക്കെ വെച്ച് നന്നായിട്ട് ജീവിച്ച്, നമ്മളെ നാട് വളർന്നത് തന്നെ വിദേശ പണം കൊണ്ടാണ്. അങ്ങനെ ജീവിച്ച് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം വാങ്ങി തന്നതാണിത്. നമ്മൾ ഇന്ന് ഈ നല്ല വസ്ത്രമിട്ട് നല്ല തൊപ്പിയിട്ട് ഞാൻ ഈ ബ്ലോഗൊക്കെ ചെയ്യണേക്കെ എൻ്റെ പൂർവികര് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് വാങ്ങിച്ചു തന്ന സ്വാതന്ത്ര്യമാണ്. അതൊക്കെ അങ്ങ് നിങ്ങൾക്ക് ഇല്ലാതാവും. ചരിത്രം അങ്ങോട്ട് ബാക്കിലോട്ട് ഇറങ്ങി പഠിക്കൂ കേട്ടോ. നന്നായിട്ട് പഠിക്കൂ. ദുരന്തർ സിനിമയൊക്കെ കണ്ട് നിങ്ങൾ ചരിത്രം ഒന്ന് പുറകിലോട്ട് ഇറങ്ങി പഠിക്കൂ. പഠിക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെ ജീവിക്കണമെന്ന്. കുറച്ചൊക്കെ ഈക്വലായിട്ട് ജീവിക്കാൻ പഠിക്കണം. കുറച്ചൊക്കെ നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കണം. ആദ്യം മനുഷ്യരായിട്ട് ജീവിക്കാൻ പഠിക്കണം. ലോകത്ത് ഏതെങ്കിലും ഒരു ദൈവം വന്നൊരു യുദ്ധം നിർത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ദൈവം വന്ന് അവിടുത്തെ അവരയക്കണ ബോംബിനെ പിടിച്ചു നിർത്തിയിട്ടുണ്ടോ? നിർത്തുന്നുണ്ടോ? ഞാൻ ചോദിക്കണ മുമ്പല്ല, ഇപ്പം നിർത്തുന്നുണ്ടോ? ഒരു 85% വരുന്ന ക്രിസ്ത്യൻ രാഷ്ട്രം, 85-90% വരുന്ന മുസ്ലിം ജനതയും തമ്മിൽ ആണ് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ പറഞ്ഞ അടിയടക്കണത്. അല്ലാതെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ അവരെ ദൈവം ഇവിടെ വന്നൊന്നും രക്ഷപ്പെടുത്തുന്നില്ല. നമ്മുടെ മുസ്ലിങ്ങളുടെ ദൈവം അവിടെ ഒന്നും രക്ഷപ്പെടുത്തുന്നില്ല. അതിനിടയിൽ ധാരാളം മറ്റു മതക്കാരുണ്ട്. ഒരു ദൈവത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ നിങ്ങളടുത്ത് പറയണത്. അതുകൊണ്ടാണ് ദുരന്തർ സിനിമയൊക്കെ വീണ്ടും കാണുമെന്ന് ഞാൻ നിങ്ങളടുത്ത് പറയണത്. കാര്യങ്ങൾ പഠിക്കൂ, നിങ്ങൾ വിശ്വസിച്ചോളൂ. വിശ്വാസം നിങ്ങൾക്ക് ഗുണം കിട്ടണയൊക്കെ ചെയ്യും. ഞാൻ അതൊന്നും വേണ്ടെന്ന് പറയണില്ല. പക്ഷേ വലിയ അപകടങ്ങളിൽ നിന്ന് ആരെയും രക്ഷിക്കാൻ പറ്റൂല. കാത്തിരിക്കണത് വമ്പൻ അപകടമാണ് പുതിയ തലമുറയ്ക്ക്. ഞാനിതാ പറയണത്, ഞാൻ ഒബക്സോളോ ഞാൻ വീണ്ടും വാൺ ചെയ്യണം. ഞാനിത് 10-25 വർഷമായിട്ട് റെഗുലറായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഞാൻ മരിക്കുന്നത് വരെ പറയും, ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം എൻ്റെ പുറത്ത് ആക്ഷൻ എടുത്താലും എനിക്കൊരു പേടിയില്ല. കാരണം ഞാൻ സംസാരിക്കണത് പഴയ മാറിപ്പോയ ജനത്തിന് വേണ്ടിയും ഇനി ജീവിക്കാൻ പോകുന്ന ജനത്തിന് വേണ്ടിയാണ്. അല്ലാതെ നിങ്ങളെ വീട്ടിലെ ഏതെങ്കിലും പൂജാമുറിയിലിരിക്കുന്ന ഏതെങ്കിലും സാധനം ദൈവം പ്രൊഡക്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവച്ചതാണോ? അല്ല. നിങ്ങൾ ആരാധിക്കുന്നുണ്ടല്ലോ പൂജാമുറികൾ വെച്ച്. ഒരു സാധനം അതിനകത്ത് നിങ്ങൾക്ക് ഒരു പഴം ഉണ്ടെങ്കിൽ പോലും, ആ പഴം ദൈവത്തിന് അർപ്പിക്കുന്ന പഴം ഉണ്ടെങ്കിൽ പോലും, ഒരു പൊരി ഉണ്ടെങ്കിൽ പോലും എല്ലാം തന്നെ ഏതോ കൃഷിക്കാരൻ കൃഷി ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. അതാണ് ഞാൻ നിങ്ങളടുത്ത് പറയണത്. നമുക്ക് നിലനിൽപ്പ് വേണം. മനുഷ്യൻ ജീവനോടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ കെയറാവൂ. ദുരന്തർ പോലുള്ള സിനിമകൾ റിപ്പീറ്റ് ചെയ്തുണ്ടാവട്ടെ. ശ്രദ്ധിച്ച് ജീവിക്കൂ. ഞാൻ എൻ്റെ അഭിപ്രായം ദുരന്തർ സിനിമയെ ബേസ് ചെയ്ത് പറഞ്ഞതാണ്. ഞാനൊരു രാജ്യത്തിനും ഒരു മതത്തിനും ഒന്നിനും എതിരായിട്ടല്ല സംസാരിച്ചത്. ഞാൻ ഒന്നിനും എതിർക്കാറുമില്ല. അതിന് കാര്യമില്ല, അതെനിക്കില്ല. പക്ഷേ ചില വിഷയങ്ങൾ ചിലയിടത്ത് ചെന്ന് എത്തിയാൽ എന്താണ് നിങ്ങളെ കാത്തിരിക്കണേ എന്നുള്ളതിൻ്റെ സൂചന ഞാൻ തന്നുകൊണ്ടേയിരിക്കും. അടുത്ത ബ്ലോഗുമായിട്ട് ഇന്ന് രാത്രി തന്നെ കാണാം. ഇന്ന് രാത്രിയില്ല, നാളെ രാത്രി കാണാം. ദുരന്തർ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന രാത്രി 7 മണിക്കുള്ള ഷോയ്ക്കാണ് ദുരന്തർ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ പടം തീരുമ്പോൾ ഏകദേശം 11:30 ആവും. പിന്നെ അത് കഴിഞ്ഞ് 12 മണിക്ക് ആട് 3 ബുക്ക് ചെയ്തിരിക്കുകയാണ്. ആട് 3 തീരുമ്പോൾ ഏകദേശം 3:30 മണിയാവും. കാട്ടാക്കട കാളീശ്ശേരി തിയേറ്ററിൽ പോയിട്ടാണ് ഈ സിനിമ കാണാൻ നിൽക്കുന്നത്. ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ വീട്ടിൽ വരുമ്പോൾ ഏകദേശം 5 മണിയാവും. പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് വേണം ബ്ലോഗ് ചെയ്യാൻ. പറ്റുമെങ്കിൽ വന്ന ഉടനെ ചെയ്യും, ഇല്ലെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ബ്ലോഗ് ചെയ്യും. അപ്പോൾ ഞാൻ അത്രയും വിശദമായ കാഴ്ചകളും വിശദമായ കാര്യങ്ങളും എൻ്റെ രാജ്യത്തിൻ്റെ പോക്കും GCC രാജ്യങ്ങളിലെ ഇന്നത്തെ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൻ്റെ അത് എങ്ങനെ ജനങ്ങളിലോട്ട് എത്തിക്കണമെന്ന് ഞാൻ സിനിമയെ ക്രോഡീകരിച്ച് ഞാൻ നിങ്ങളുടെ അടുത്തൊരു സൂചന തന്നു. പ്രേക്ഷകർ താല്പര്യമുള്ളവർ കേൾക്കുക, അല്ലാത്തൊരു കേൾക്കാതെ ഇരുന്നിട്ട് എന്ത് പറയണത്, അപകടം വരുമ്പോൾ അനുഭവിച്ച് പഠിക്കുക. സൈനിങ് ഓഫ്, നൊബാക് സോളോ.